എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 9 ശ്ലോകം 21, 22, 23 മൂന്ന് ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ മൂന്ന് ശ്ലോകങ്ങളോട് കൂടിയിട്ട് 9ാമത്തെ ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ദാമോദര ലീല, ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീലയാണ് ഈ ദാമോദര ലീല എന്ന് കുറെ ഭക്തന്മാര് പറയാറുണ്ട്. വൃന്ദാവനത്തിലെ ദാമോദര മാസം, ഈ കാർത്തിക മാസം, അതാണ് ദാമോദര മാസമായിട്ട് ഒരു മാസം വളരെ വിശേഷപ്പെട്ട ലീലകളാണ് അവിടെ, ഉത്സവം പോലെയാണ് അവിടെ കൊണ്ടാടുന്നത്. വൃന്ദാവനത്തിൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരു ലീലയാണ്. രുക്മിണി ദേവി ഈ കുട്ടിക്കാലത്തെ ബാലലീലകളെ പറ്റും അതൊക്കെ ഒന്ന് എനിക്ക് കേൾക്കണം, എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ, എല്ലാ ലീലകളെ പറ്റി പറഞ്ഞപ്പോ ദാമോദര ലീല അത്ര രുക്മിണിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു അതൊക്കെ കേട്ടിട്ടുണ്ട്. ഈ ദാമോദര മാസത്തില് ഈ ദാമോദര ലീല പറയാൻ പറ്റിയത് തന്നെ, കേൾക്കാനും പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതണം. ദാമോദരൻ പ്രസാദിക്കട്ടെ. യശോദയ്ക്ക് എങ്ങനെയാണ് ആ കണ്ണനെ അവിടെ കെട്ടാൻ പറ്റിയത്? വരലീല അല്ലേ പറയണു. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. നായം സുഖാപോ ഭഗവാൻ ദേഹിനാം ഗോപികാസുത ജ്ഞാനിനാം ച ആത്മഭൂതാനാം ഭക്തിമതാമിക. ബ്രഹ്മാദികൾക്കും കൂടി സിദ്ധിക്കാത്ത ആ പ്രസാദം യശോദയ്ക്ക് സിദ്ധിക്കാൻ എന്ത് കാരണം? എന്താ കാരണം? അതാണ് ആ യശോദയുടെ നിർവ്യാജ ഭക്തി. വലിയ പാണ്ഡിത്യോ തപസ്സോ ചെയ്യലോ അതൊന്നുമില്ലല്ലോ. ഭക്തിക്കാണ് പ്രാധാന്യം എന്നതാ പ്രത്യേകിച്ചും ഉറപ്പിച്ചു പറയണം. ഭഗവാനായ ഈ ഗോപികാപുത്രനെ നിർവ്യാജ ഭക്തി കൊണ്ട് എല്ലാവർക്കും ക്ലേശം കൂടാതെ ആ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. അതുപോലെ ഈ സംസാരത്തില് ദേഹാഭിമാനികൾക്ക് തപസ് ചെയ്തുകൊണ്ടും കാര്യമില്ല. അതാണ് പറയണത്. തപസ് ചെയ്തു, ഇത്രയും കഠിനമായ തപസ് ചെയ്താലും ഭഗവാനെ കിട്ടില്ല. നിർവ്യാജ ഭക്തി, ആ നിഷ്കളങ്കമായിട്ടുള്ള ആ ഭക്തി, പരമമായ ഭക്തി, പ്രേമഭക്തി ഉണ്ടെങ്കിൽ ഭഗവാനെ ബന്ധിക്കാൻ പോലും സാധിക്കും. കണ്ടില്ലേ, യശോദയ്ക്ക് അതാണ് ആ നിർവ്യാജ ഭക്തി, ഒരു കളങ്കവും ഇല്ലാത്ത ഭക്തി. ആത്മഭൂതന്മാരായിരിക്കുന്ന ജ്ഞാനികൾക്കും കൂടി അത്ര സുഖമായിട്ട് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ യശോദയുടെ പുത്രനായിട്ട് അവതരിച്ചത് തന്നെ ആ യശോദയുടെ ഭക്തി വിശേഷം കൊണ്ടല്ലേ. അല്ലെങ്കിൽ ഒരു പുത്രനായിട്ട് പ്രസവിച്ചിട്ടില്ലെങ്കിലും ആ മകനെ പോലെ അത്രയും സ്നേഹലാളനകളും അല്ലെ എല്ലാം കൊടുത്ത് മുലപ്പാലും കൊടുത്ത് കൂട്ടാൻ അത്ര ഭാഗ്യം ചെയ്തില്ലേ യശോദയുടെ ഭക്തി കൊണ്ട് തന്നെയാണ് ദേഹത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ആത്മാവിനെ സാക്ഷാത്കരിച്ചിരിക്കുന്ന ജ്ഞാനികൾ തന്റെ ആത്മഭൂതന്മാരാണ് അവര് എന്ന് ഭഗവാൻ തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. എങ്കിലും അവ്യക്ത സ്വരൂപത്തെ ഉപാസിക്കുന്നവർക്ക് അധികം പ്രയാസം ഉണ്ടാവുന്നു ഭഗവാൻ തന്നെ ഉപദേശിച്ചിട്ടുണ്ട്. ക്ലേശോധികതരത്തേഷാം അവ്യക്താസക്ത ചേതസാം. ഇതും ഭഗവാൻ തന്നെ ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ്. അപ്പോ ഇതിലെന്താ പറയണേ? ജ്ഞാനയോഗത്തെയും കർമ്മയോഗത്തെക്കാളും ഭക്തിയോഗമാണ് സുഗമമായ വഴി ഭഗവാനെ പ്രാപിക്കാൻ എന്നതിൽ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ്. എല്ലാത്തിനേക്കാളും ഭക്തിയോഗം തന്നെയാണ് ഏറ്റവും നല്ലത്. മറ്റതൊക്കെ വളരെ ക്ലേശമുള്ളതാണ് അല്ലെ, ജ്ഞാനയോഗം, കർമ്മയോഗം. കൃഷ്ണസ്തു ഗൃഹകൃത്യേഷു വ്യഗ്രായാം മാതരി പ്രഭു അദ്രാക്ഷിൽ അർജുനൗ പൂർവം ഗുഹ്യകൗ ധനതാൽ ഈ ബന്ധനത്തിൽ കിടക്കുകയാണെങ്കിലും അന്യരുടെ ബന്ധനത്തെ തീർത്ത് മുക്തി കൊടുക്കാൻ, അതാണ് ഭഗവാന് മോഹം. ആ ബന്ധനം അപ്പോഴാണ് അവര് ആ നളകൂപര മണിഗ്രഹന്മാരെ കണ്ട് 2 വൃക്ഷങ്ങളായിട്ട് നിൽക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള അത്രയും കാരുണ്യവാരിധിയായ ഭഗവാന്റെ മറ്റൊരു ലീല അതാ വർണ്ണിക്കാൻ പോവുകയാണ്. ശ്രീകൃഷ്ണന് വേണ്ട യശോദയെ കെട്ടിയിടണ്ട, യശോദയെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഒരലുമിലൊന്നും കെട്ടിയിടണ്ട, വേണ്ട കേട്ടോ, ഇത്രയൊക്കെ ശിക്ഷിച്ചില്ലേ, ഇനി കണ്ണനൊന്നും ചെയ്യില്ല, ഞങ്ങൾക്കും പരാതിയൊന്നുമില്ല എന്നൊക്കെ ഗോപസ്ത്രീകൾ പറഞ്ഞു വെച്ചാലും ഇനി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് യശോദ കെട്ടിയിടുക ചെയ്തു. അവിടെ കിടക്കുക, കുറച്ചു നേരം കിടക്കട്ടെ, അപ്പൊ പഠിക്കൂലോ. അങ്ങനെ അവരും മനസ്സിലോടെ അത് കണ്ടിട്ട് പോയി. ആരും അഴിച്ചൊന്നും വിടരുത് എന്ന് യശോദ പറഞ്ഞു. അപ്പൊ അവരും വളരെ സങ്കടത്തോടു കൂടി തിരിച്ചുപോയി. യശോദ
യശോദമ്മയും അതെ കുറച്ചു നേരം അവിടെ ഇരിക്കും എന്നാണ് വിചാരിച്ചിട്ട് യശോദമ്മയും ഗൃഹജോലികളെല്ലാം ചെയ്യാനായിട്ട് പോയി. ഭഗവാനും അത് തന്നെ വേണ്ടത്. ഇനിയിപ്പോ അവരുടെ ആ വൃക്ഷങ്ങളായിട്ട് നിൽക്കണ കുബേരപുത്രന്മാർക്ക് മോക്ഷം കൊടുക്കണം. ഇനിയിപ്പോ അതാണ് തന്റെ ഡ്യൂട്ടി. അങ്ങനെ ആ മുൻഭാഗത്ത് നിൽക്കുന്ന 2 നീർമരുത വൃക്ഷങ്ങളെ കണ്ടു. ഈ വൃക്ഷങ്ങള് കേവലം വൃക്ഷങ്ങളല്ല, അവര് രണ്ടുപേര് ഇതിനു മുമ്പ് കുബേരന്റെ പുത്രന്മാരായ 2 യക്ഷന്മാരായിരുന്നു. അതുകൊണ്ട് അവരെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് പൂർവാവസ്ഥയിലേക്ക് ഉയർത്താൻ വേണ്ടി സർവസമർത്ഥനായ കാരുണ്യവാനായ ഭഗവാൻ അവരുടെ നേരെ തന്റെ കൃപാകടാക്ഷം പതിപ്പിക്കുകയാണ്. ഏതവസ്ഥയിലായാലും ഭഗവാന് അല്ലെ മഹാപ്രഭുവിന് എന്തും ചെയ്യാൻ സാധിക്കും. ഭഗവാൻ തന്നെ ഭക്താനുഗ്രഹത്തിന് വേണ്ടി ഒരു ഉരലുമില് കെട്ടിയിട്ടിരിക്കുക, മുട്ടിൽ എഴുന്നേറ്റേ പോകാൻ പറ്റുള്ളൂ. ആ സമയത്ത് അവർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി പോകണു. ഏതവസ്ഥ എങ്ങനെയായാലും എന്താ വേണമെങ്കിൽ അത് അഴിച്ച് ഇട്ടിട്ട് പോകാൻ ഭഗവാന് പറ്റില്ലേ? അതൊന്നും ശ്രമിച്ചില്ല. പുരാ നാരദശാപേന വൃക്ഷതാം പ്രാപിതോ മദാൽ നളകൂപരമണിഗ്രീവോ ഇതിഖ്യാതോ ശ്രീയാന്വിതോ. എങ്ങനെയായി കുബേരപുത്രന്മാര് വൃക്ഷങ്ങളായത് എന്ന് വിവരിക്കുകയാണ്. പൂർവ്വജന്മത്തിൽ ഇവർക്ക് അഹങ്കാരം, കുബേരന്റെ പുത്രന്മാരല്ലേ, ഒന്നിനും ഒരു കുറവില്ല, നല്ല അഹങ്കാരം, എല്ലാം ഉണ്ട്, എല്ലാ സ്വാധീനങ്ങളും. ഞങ്ങളുടെ ഐശ്വര്യം, കുബേരന്റെ പുത്രന്മാരായതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഐശ്വര്യം വേറെ ആർക്കാ ഉള്ളത്? ഇത്രയും ഐശ്വര്യം. അങ്ങനെയാണ് അവരുടെ അഹങ്കാരം വന്നത്. നളകൂപരൻ, മണിഗ്രീവൻ എന്ന പ്രസിദ്ധന്മാരായിട്ടുള്ള യക്ഷന്മാരായ ഇവരുടെ ആ ദുർമതം നിമിത്തം നാരദ മഹർഷിയുടെ ശാപം കൊണ്ടാണ് ഇവര് വൃക്ഷങ്ങളായിട്ട് ഭവിച്ചത്. ഐശ്വര്യം അധികമാകുമ്പോ മതം വർദ്ധിക്കും അല്ലെ? അപ്പൊ മതാധിക്യം നിമിത്തം മഹാജനങ്ങളെ ഒക്കെ അവഗണിക്കും, നിന്ദിക്കും ഒക്കെ ചെയ്യുമ്പോ നാശകാലം സമീപിച്ചു നമ്മൾ മനസ്സിലാക്കണം. എന്നാലും അവര് കരുണാശീലന്മാരായ മഹർഷിമാര് അവര് ഞങ്ങളെ അപമാനിച്ചു എന്നുള്ളതിനേക്കാളും ഇവരിങ്ങനെ ചീത്തയാവണം, ദുഷിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിഷമാണ് അവർക്കുണ്ടാവുക. അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തിൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ആ ശാപം എന്ന വ്യാജേന മതാന്ധന്മാരുടെ ഹൃദയാന്ധകാരത്തെ തീർക്കുന്നു. നാരദ മഹർഷി ശപിച്ചു വൃക്ഷങ്ങളായിട്ട് തീരട്ടെന്ന്. പക്ഷെ അവർക്കെന്താ? അവര് ഭഗവാന്റെ ഗൃഹത്തിലെ തോട്ടത്തിലാണ് വൃക്ഷങ്ങളായിട്ട് വന്നത് അല്ലെ? അവർക്കെന്താ? ഭഗവാന്റെ കടാക്ഷം, ആ മോക്ഷം ലഭിച്ചു. ഇങ്ങനെ ആ മഹർഷിമാര് ഇങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് വൃക്ഷജന്മം ലഭിച്ചത്. നാരദ മഹർഷിയുടെ ശാപം കൊണ്ടാണ് അവർക്ക് ഈ വൃക്ഷജന്മം ലഭിച്ചത് എന്ന് പറഞ്ഞു. അപ്പോ ഐശ്വര്യമതം ബാധിക്കാതിരിക്കാൻ നമ്മളെല്ലാവരും ബുദ്ധിമാന്മാര് പരിശ്രമിക്കേണ്ടതാണെന്നാണ് ഈ കഥയിൽ കൂടെ നമ്മൾ പഠിക്കേണ്ടത്. എത്ര വലിയ അവസ്ഥയിലാണെങ്കിലും ധനം, സമ്പത്ത്, ഐശ്വര്യം ഒക്കെ വർദ്ധിച്ച സമയത്തും ഇതെല്ലാം ഭഗവാൻ തന്നതാണ്. ഭഗവാനാണ് ഇതൊക്കെ തന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക്? അല്ലേ? ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ എല്ലാം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ഭഗവാൻ തന്നതാണ്, ഇതെല്ലാം അവിടുത്തെ സ്വത്താണ് എന്ന് വിചാരിച്ച് വിനീതരായിട്ടിരിക്കണം, അഹങ്കാരം ഉണ്ടാവരുതെന്ന് ഇങ്ങനെയുള്ള കഥയിൽ കൂടെ ഭാഗവതം നമ്മളെ പഠിപ്പിക്കണം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഗോപീപ്രസാദോ നാമ നവമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 9ാമത്തെ അധ്യായം ആ ദാമോദരനായിട്ടുള്ള ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.